ഹലോ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മളിതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല കിടിലൻ നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പറഞ്ഞു ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. തൊണ്ടയ്ക്ക് ചെറിയ കിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ 5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 250 ml അളവിലുള്ള കപ്പിൽ 5 കപ്പ് മൈദ. അതിലാവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ പൊടിയെടുത്ത കപ്പിന് തന്നെ ഒരു 1.25 കപ്പ് അളവിൽ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ബലം പിടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അഴിഞ്ഞ് കിട്ടിയാൽ മതി. എന്നാൽ ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് ഹാർഡും ആവരുത്. എന്നിട്ട് നമുക്കിതൊരു പ്ലാസ്റ്റിക് വെച്ച് നന്നായിട്ട് എയർടൈറ്റായിട്ട് റാപ്പ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരുവിധം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബൗളിൽ നിന്ന് വെളിയിലെടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് അയച്ചെടുക്കണം. അയച്ചെടുത്തിട്ട് ഇത് ഒന്നുകൂടെ നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് തന്നെ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് കവർ ചെയ്തിട്ട് പിന്നെയും നമ്മൾ ഒരു 1/2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ മാവ് കുഴച്ചപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഇതിൽ പാലോ മുട്ടയോ എണ്ണയോ ഒന്നും ചേർത്തല്ല നമ്മൾ മാവ് കുഴച്ചെടുത്തത്. അങ്ങനെ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങ് ഒരുപാട് സ്റ്റിക്കി അല്ല, നമ്മളിങ്ങനെ പിടിച്ചതാണ്ട ഞാനിവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് വലിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടി ഇത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഏത് സൈസിലുള്ളതാണ് വേണ്ടതെന്നനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ സൈസിലുള്ള നൂൽ പൊറോട്ടയാണ്, ഒരുപാട് വലുതല്ല. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓരോന്ന് ബോൾസ് ആക്കാം. അങ്ങ് നല്ല പെർഫെക്റ്റ് ബോൾ ഷേപ്പിലാക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് നമ്മുടെ ഒരു ഇതിന് കണക്കിനനുസരിച്ച് അങ്ങ് ഉരുട്ടി എടുത്തേച്ചാൽ മതി. അന്നേരം ഞാനിവിടെ ഏകദേശം ഇതൊരു ബോൾ ഷേപ്പിലൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു പ്ലാസ്റ്റിക് മണ്ടക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊരു 1/2 മണിക്കൂർ വെച്ചേക്കാം. അങ്ങനെ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബോൾസ് എല്ലാം ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി മൈദപ്പൊടി വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി പരത്തുന്ന കണക്കല്ല, നമ്മൾ ഇച്ചിരി നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പം നമ്മളിത് പരത്തുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എത്രത്തോളം തിന്നാക്കി കിട്ടാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ച് നമുക്ക് പറ്റുന്ന കണക്ക് തിന്നാക്കി എടുക്കാം. എന്നിട്ട് ഒരു പിച്ചാത്തിയോ അല്ലെങ്കിൽ പിസ്സ കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ പിച്ചാത്തി ഉള്ളായിരുന്നു, അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നടുക്കൂടെ. അപ്പോൾ നമുക്ക് ഇതിൽ തിന്നാക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ല സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ നൂൽ പൊറോട്ട കിട്ടും. അപ്പോൾ ഞാനിവിടെ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചുരുങ്ങിയൊക്കെ പോകും, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിലോട്ട് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ച് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചുരുക്കി കൊടുക്കണം. ഇത് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഒരേ കണക്ക് കൊണ്ടുവന്ന് നടുക്ക് കൊണ്ടുവന്ന് വരണം കേട്ടോ, ഇങ്ങനെ നീക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഓയിൽ ഇപ്പോഴാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇത് ഒരു കട്ടിംഗ് ബോർഡിലോട്ടോ അല്ല വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ ഇങ്ങനെ മാറ്റി വെക്കുക. അങ്ങനെ ഓരോ ബോൾസും നമ്മളിങ്ങനെ എടുത്ത് പരത്തി കട്ട് ചെയ്ത് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് അങ്ങനെ ഒരു ഷേപ്പിലാക്കി, അതായത് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ നീക്കിക്കൊണ്ട് വന്ന് ചുരുട്ടി ഒന്ന് മാറ്റി വെക്കുക. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ പോയി പൊറോട്ട മേടിക്കില്ല കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്ത് കനം കുറച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ സൈസിലുള്ള പൊറോട്ട ആയിട്ടും കിട്ടും. എന്നാൽ നല്ല വീശി അടിക്കാതെ തന്നെ നല്ല സ്ട്രിങ് കൺസിസ്റ്റൻസിയിലുള്ള പൊറോട്ട ആയിട്ടും കിട്ടും. അപ്പം ഞാൻ വേണ്ട അതെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേതിൽ തികയാഞ്ഞുകൊണ്ട് ചപ്പാത്തി പരത്തുന്ന പലകയിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചതിൽ നിന്ന് തൊട്ട് അങ്ങനെ ആദ്യം ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ വലിച്ച് നീട്ടുക. നമുക്ക് മാക്സിമം എത്രത്തോളം ഇത് നീട്ടാൻ പറ്റുമോ അത്രയും നീട്ടിയിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ചുരുട്ടി വെക്കത്തില്ല, അപ്പോൾ അതേ കണക്ക് തന്നെ ചുരുട്ടി എടുക്കുക. ഇത് നമ്മൾ വീശി അടിക്കാതാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. പൊറോട്ട ഉണ്ടാക്കാൻ ഇനി ആരും അറിയില്ലെന്ന് പറയരുത്, ഒട്ടും അറിയാത്തവർക്ക് പോലും ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ എല്ലാം നല്ല ചുരുട്ടി നമ്മുടെ പൊറോട്ടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ വെക്കാൻ പറ്റില്ല, ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ വെച്ചേക്കണേ. ഒന്നുകൂടി ഇതൊന്ന് സോഫ്റ്റ് ആക്കി ഇടണം. അപ്പം മുമ്പേ നമ്മൾ ഇട്ട പ്ലാസ്റ്റിക് ഇല്ലേ, അപ്പോൾ അത് ഒന്നുകൂടി ഇതിൻ്റെ പുറത്തൊന്ന് ഇട്ടിട്ട് ഒരു 15 തൊട്ട് ഒരു 1/2 മണിക്കൂർ വരെ ഒന്നുകൂടെ വെച്ചേക്കാം.
ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ടാണ്. ഇപ്പം വേണ്ട ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ നല്ല പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുത്ത് ചുട്ടാൽ മാത്രം മതി. അപ്പം ഞാനിവിടെ മുമ്പേ പറഞ്ഞു കൂട്ട് തന്നെ നമ്മൾ ചെറിയ സൈസിലെ നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാടങ്ങ് കുഞ്ഞതല്ല, എന്നാലും അത്യാവശ്യം ചെറുതായിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പൊറോട്ട വേണ്ടവെന്നുള്ളവർ ഇച്ചിരി കൂടെ നന്നായിട്ട് വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് പാൻ ചൂടായപ്പോൾ നമ്മൾ മുന്നേ എടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൊറോട്ടയെല്ലാം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തീ ഒരിക്കലും ഒരുപാട് കൂട്ടിയിടരുത്. അപ്പോൾ പുറഭാഗം നന്നായിട്ടങ്ങ് മുരിഞ്ഞിട്ട് ഉള്ളു വേവാത്തോട്ട് വരും. അപ്പോൾ തീ കുറച്ചിട്ട് നമുക്കിങ്ങനെ എല്ലാ പൊറോട്ടയൊക്കെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായതുകൊണ്ട് നല്ല സൈഡിലൊക്കെ നല്ല നൂല് പോലെ വലിഞ്ഞു വരുന്നതുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ഇതെല്ലാം ഓരോന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുന്നവർക്കെല്ലാം അറിയാമല്ലോ. കാരണം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് ആ സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കിട്ടത്തുള്ളൂ. മറ്റേ രീതിയിലും കഴിക്കാം, പക്ഷെ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് നല്ല നൂല് പോലെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം നമ്മളിവിടെ അങ്ങനെ എല്ലാ പൊറോട്ടയും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നല്ല പെർഫെക്റ്റ് നൂൽ പൊറോട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നൂൽ പൊറോട്ട കഴിക്കാൻ തോന്നുമ്പോൾ കടയിലൊന്നും ഓടിപ്പോണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇച്ചിരി സമയം എടുക്കുമെന്ന് പറയുന്നത് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു സമയം മാത്രമേ ഇതിന് മെനക്കേടായിട്ട് വരുന്നുള്ളൂ. നമ്മൾ പൊടി കുഴച്ചപ്പോൾ പാലോ മുട്ടയോ എണ്ണയോ ഒന്നും ചേർക്കാതെ കുഴച്ചെടുത്ത, എന്നാൽ വീശിയടിക്കാത്ത നല്ല നൂല് പോലുള്ള പൊറോട്ട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.